ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഇന്ന് നമ്മൾക്ക് പഠിക്കേണ്ട ശ്ലോകം 11-ാമത്തെ ശ്ലോകം. 10 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 95 നാമങ്ങൾ പഠിച്ചു, 95 നാമങ്ങൾ. ഇന്ന് 11-ാമത്തെ ശ്ലോകം. ആദ്യ ശ്ലോകം വായിക്കാം. അച സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. ഒന്നുകൂടെ വായിക്കാം. അച സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. 9 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. അജഹ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി അച്യുത വൃഷാകഭി അമേയാത്മാ സർവയോഗ വിനിസൃത. 9 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. അജഹ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി അച്യുത വൃഷാകഭി അമേയാത്മാ സർവയോഗ വിനിസൃത. ഇതാണ് നാമങ്ങൾ. അപ്പോൾ ശ്ലോകം ഒന്ന് വായിച്ചിട്ട്. അച സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. ഇവിടെ ആദ്യത്തെ നാമാണ് അജഹ. അജസർവ, അജനാണ് ഈശ്വരൻ. അജൻ എന്ന് പറഞ്ഞാൽ ജൻ എന്ന് പറഞ്ഞാൽ ജഹ എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അജഹ, ജനിക്കാത്തവൻ, ജനനമില്ലാത്തവൻ. ഭഗവാന് ജനനമോ, ജനിക്കുകയാണെങ്കിൽ മരണമുണ്ട്. ജനനം എവിടെയുണ്ടോ അവിടെ മരണമുണ്ട്. അപ്പം ജനനവും ഇല്ല, മരണവും ഇല്ല, പരിണാമവും ഇല്ല ഭഗവാന്. അപ്പം ഭഗവാന്റെ പേര് അജൻ, ജനിക്കാത്തവൻ എന്ന്. മുമ്പില്ലാത്തത് ഉണ്ടാകുമ്പോഴാണ് ജനനമുണ്ടാകുന്നത്. അപ്പം ജനനം ഉണ്ടെങ്കിൽ മരണവുമുണ്ട്. അപ്പം ശാശ്വതനായ ഭഗവാന് ജനനമില്ല. അടുത്ത് ഇതിൽ നാ ജാതോന ജനിഷ്യത എന്ന് പറയുന്നുണ്ട്. ഋഗ് സംഹിതയിൽ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല എന്നതിൻ്റെ അർത്ഥം. നാ ജാതോ ന ജനിഷ്യത, ഞാൻ ജനിക്കുന്നുമില്ല, ജനിച്ചിട്ടുമില്ല, ജനിക്കുകയുമില്ല. അതായത് ജനിച്ചിട്ടുമില്ല, ജനിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവതാരങ്ങളൊക്കെ ഭഗവാന്റെ കുറേ ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ പോലെയുള്ള ജനനമല്ല. ആ ജനനം ഇല്ല ഭഗവാന്. പിന്നെ ബാക്കി ഈ അവതാരങ്ങളൊക്കെയോ അത് സ്വേച്ഛാജനനമാണ്. സ്വന്തം താല്പര്യത്തോടുകൂടി സ്വന്തമായിട്ട് അവതരിക്കുന്നതാണ്. അപ്പം നമ്മളൊക്കെ പ്രാരബ്ധ കർമ്മം കൊണ്ട് പുനർജീവിക്കുന്നു, ഇല്ലേ, പുനർജന്മം ഉണ്ടാകുന്നു എന്ന് ഉണ്ട്. അപ്പോൾ മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ പറയും, നഹി ജാതോ ന ജായേഹം ന ജനിഷ്യേ കഥാചന ക്ഷേത്രജ്ഞ സർവഭൂതാനാം തസ്മാദഹം അജസ്മൃത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല, ജനിക്കുകയുമില്ല. അപ്പം ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം പറഞ്ഞു. എല്ലാ ഭൂതങ്ങളിലെയും ക്ഷേത്രജ്ഞൻ ഞാനാകുന്നു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമുണ്ട്. അപ്പം എല്ലാ ശരീരങ്ങളിലും ആത്മാവ് ഞാനാകുന്നു, അത് ഭഗവാൻ ആണെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ അജൻ എന്നറിയപ്പെടുന്നു. ഇനി ആത്മാവ് മഹത്തായതും ജന്മരഹിതവുമാകുന്നു എന്നർത്ഥം. കഠോപനിഷത്തിൽ അജോ നിത്യ ശാശ്വതോഹം പുരാണ എന്ന്. അതുപോലെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ സാവാ യേഷ മഹാൻ അജ ആത്മാ എന്നും.
ഇതൊക്കെ അതിൻ്റെ അർത്ഥം ഞാൻ അജനാണ്. ഭഗവാന് അജനാണ്, ജനനമില്ലാത്തവൻ. അടുത്ത നാമം, രണ്ടാമത്തെ നാമം സർവേശ്വരഃ. ഈശൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, ഈശൻ. അതിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശിക്കുന്നതിൽ വരൻ, ശ്രേഷ്ഠൻ, ഈശ്വരൻ. ഇവിടെ സർവേശ്വരഃ, എല്ലാത്തിനെയും ഭരിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും നിയന്താവ്. അപ്പം എല്ലാത്തിനും ഈശ്വരനായവൻ. സൃഷ്ടികർത്താക്കളായ ബ്രഹ്മാവ്, ഇന്ദ്രൻ, അഗ്നി, വായു, സൂര്യൻ എന്നീ ഈശ്വരന്മാർക്ക് ശക്തി നൽകുന്നത് ഭഗവാനാണ്, പരബ്രഹ്മമാണ്. അപ്പം കേനോപനിഷത്തിലെ കഥ അത് തെളിയിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും എല്ലാത്തിലും ഈശ്വരനായവൻ, എല്ലാത്തിനും ഈശ്വരനായവൻ ആണ് ഭഗവാൻ. അതുകൊണ്ട് സർവേശ്വരഃ എന്ന് ഭഗവാന് പേര്. തപശക്തിക്ക് അനുസൃതമായി അവരുടെ കാലാവധിക്കൊക്കെ ക്ലിപ്തതയുണ്ട്. പ്രളയസമയത്ത് അല്ലെങ്കിൽ ലയന സമയത്ത് എല്ലാവരും പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. മഹാവിഷ്ണുവായ പരബ്രഹ്മത്തെയാണ് ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞത്. അപ്പം യേശ സർവേശ്വര, ഇവൻ പരമേശ്വരനാകുന്നു. ഇത് പല ഉപനിഷത്തുകളിലും, മണ്ഡൂക ഉപനിഷത്തിലും ബൃഹദാരണ്യ ഉപനിഷത്തിലും ഒക്കെ യേശ സർവേശ്വര, ഇവൻ പരമേശ്വരനാകുന്നു എന്ന് കീർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നാമാണ് സിദ്ധഃ. നിത്യസിദ്ധ സ്വരൂപിയാണ് ഭഗവാൻ. എന്ന് പറഞ്ഞാലോ, പരബ്രഹ്മത്തിൽ ഐക്യമാവുകയാണ് എല്ലാ വസ്തുക്കളുടെയും ലക്ഷ്യം. എന്തെന്നാൽ എല്ലാം കൈവശമുള്ളതാണ്. പരബ്രഹ്മം അല്ലെങ്കിൽ വളരെ പ്രസിദ്ധിയുള്ളവനെന്നും അർത്ഥം എടുക്കാം. സിദ്ധന് വളരെ പ്രസിദ്ധിയുള്ളവനെന്നും പിന്നെ പരബ്രഹ്മമെന്നും അർത്ഥം. നിത്യ സിദ്ധസ്വരൂപി, സിദ്ധഃ. അടുത്ത നാമം സിദ്ധിഹി. സിദ്ധി, ജ്ഞാനസ്വരൂപനായ ഭഗവാനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സിദ്ധി പരമാത്മാവിൽ ചേരുക എന്ന കൈവല്യപദമാകുന്നു. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? ഏതൊരുവൻ നിവർത്തന്തേ യത് ഗത്വാന നിവർത്തന്തി. നിവർത്തന്തി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാത്തത്. അപ്പം പുനരാവർത്തിയില്ലാത്ത, തിരിച്ചു വരാത്ത, ഒരു തിരിച്ചുവരവില്ലാത്ത ആ ധാമം, തദ്ധാമം എന്ന് പറഞ്ഞാൽ ആ പദം അല്ലെങ്കിൽ ആ സ്ഥാനം ആണ് എൻ്റേത്. പരമം മമ, എൻ്റെ പരമസ്ഥാനം അതാണ്. എന്ന് പറഞ്ഞാലോ, പുനരാവർത്തനരഹിതമായ ആ സ്ഥാനം എൻ്റെ ഉത്തമമായ സാക്ഷാൽ രൂപമാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞതാണത്. അപ്പം കർമ്മഫലദാതാവായ ഭഗവാനെ സിദ്ധി എന്നും പറയാം. സകല കർമ്മത്തിൻ്റെയും ഫലസ്വരൂപനാണ് ഭഗവാൻ. അതിശയിക്കുന്ന രൂപത്തോടു കൂടിയവനായതിനാലും ഭഗവാനെ സിദ്ധി എന്ന് പറയുന്നു. എല്ലാത്തിലും ജ്ഞാനമായിരിക്കുന്നത് ഭഗവാനാണ് എന്നും അർത്ഥമുണ്ട്. അടുത്ത നാമം സർവാദിഹി. സർവാദിഹി, എല്ലാ ഭൂതങ്ങളിലും ആദി കാരണം, എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും മുമ്പ് ഒരു കാരണമുണ്ടല്ലോ, ആ കാരണം, എല്ലാ വസ്തുക്കൾക്കും കാരണം പ്രകൃതിയാണ്. ആ പ്രകൃതിക്കും കാരണമായത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ സർവാദി എന്ന് പറയുന്നു. സൃഷ്ടിക്കും ആദിയായുള്ളവനാണ് ഭഗവാൻ. അപ്പം അദ്ദേഹം എല്ലാ സൽപ്രവർത്തികളുടെയും ഉത്ഭവസ്ഥാനമാകുന്നു. അതുകൊണ്ട് ഭഗവാന് സർവാദി എന്ന് പേര്. ഇനി അടുത്ത നാമാണ് അച്യുതഃ. ച്യുതിയില്ലാത്തവൻ. ച്യുതി എന്ന് പറഞ്ഞാൽ വീഴ്ച, ഒരു വീഴ്ചയുമില്ലാത്തവൻ, ച്യുതിയില്ലാത്തവൻ, അച്യുതൻ. സദാ ഭഗവാൻ സച്ചിത്ത് ആനന്ദത്തിൽ ഉറച്ചു നിൽക്കുന്നു.
സത് ചിത്ത് ആനന്ദം. അതിൽ സച്ചിദാനന്ദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവതാരങ്ങളിലും ഗുണങ്ങൾ ഭഗവാനെ സ്പർശിക്കുന്നില്ല. തൈത്തിരീയ ഉപനിഷത്തിൽ ശാശ്വതം ശിവം അച്യുതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭഗവാൻ നിത്യനും മംഗളസ്വരൂപനും അച്യുതനുമെന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു. മഹാഭാരതം ശാന്തിപർവത്തിൽ ഭഗവാൻ അച്യുതനാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അച്യുതൻ. ഇനി മഹാഭാരതത്തിൽ ശാന്തിപർവത്തിൽ യസ്മാൻ അച്യുത പൂർവോഹം അച്യുതസ്തേന കർമ്മണ, മുമ്പൊരിക്കലും ഞാൻ പതിതനായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അച്യുതൻ, വീഴ്ചയില്ലാത്തവൻ എന്നർത്ഥം. ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തന്മാരെ കൈവിടുകയില്ല, അതുകൊണ്ട് അച്യുതൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത നാമം വൃഷാകപിഹി. വൃഷാകപി, വൃഷം എന്നാൽ ധർമ്മം, കപി എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട്. കുരങ്ങെന്നർത്ഥമുണ്ട്, പിന്നെ വൃഷം എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ കപി, വരാഹം എന്ന് വേറൊരർത്ഥമുണ്ട്, ശ്രേഷ്ഠം എന്നർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ധർമ്മസ്വരൂപനായ ഭഗവാൻ മനുഷ്യരുടെ സർവ കാരണങ്ങളെയും അല്ലെങ്കിൽ സർവ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും വർഷിക്കുന്നതിനാൽ വൃഷാകപി എന്ന് ഭഗവാന് പേര്. തൻ്റെ ഭക്തന്മാരെ എന്താഗ്രഹിച്ചാലും ചോദിക്കാതെ തന്നെ കൊടുക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് വർഷിക്കുക എന്ന അർത്ഥമാണ് വൃഷാകപി. ഭക്താനുഗ്രഹം ഭഗവാന്റെ സ്വഭാവമാകുന്നു. ധർമ്മമാണ് ലോകത്തെ കാക്കുന്നത്. വൃഷ എന്നാൽ ധർമ്മം എന്നും കം എന്നാൽ വെള്ളമെന്നും. അപ്പോൾ അപാന ഉദ്ധതിക്ക് സൃഷ്ടി സമയത്ത് അങ്ങില്ലാത്തതിനാൽ അല്ലെങ്കിൽ അങ്ങനെ താങ്ങില്ലാത്തതിനാൽ ഭൂമി, അതായത് ഒരു സൃഷ്ടി നടത്തുമ്പോൾ വെള്ളം മാത്രമല്ലേ ഉള്ളൂ. പ്രളയകാലത്തെ വെള്ളം മാത്രമായിരുന്നു. അപ്പോൾ സൃഷ്ടി നടത്താൻ വേണ്ടി ഒരു കരയില്ല, ഒരു താങ്ങില്ല. അപ്പം ഭൂമി എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങിപ്പോയി. കപി എന്ന പദത്തിന് വരാഹം, ശ്രേഷ്ഠം എന്നെല്ലാം അർത്ഥമുണ്ട്. അതുകൊണ്ട് കശ്യപ പ്രജാപതി ഭഗവാനെ വിളിച്ച പേരാണ് വൃഷാകപി എന്ന്. മഹാഭാരതത്തിൽ ആ ശ്ലോകത്തിൻ്റെ ഇതുണ്ട്. മഹാഭാരതം ശാന്തിപർവത്തിൽ കപിർ വരാഹ ശ്രേഷ്ഠശ്ച ധർമ്മശ്ച വൃഷ ഉച്യതേ തസ്മാത് വൃഷാകപിം പ്രാഹ കാശ്യപോ മാം പ്രജാപതി. വൃഷ എന്ന് ശരീരപുഷ്ടിയുള്ള കാളയെ പറയുന്നു. വൃഷഭവാഹനായ ശിവനെയും വൃഷാകപി എന്ന് വിളിക്കുന്നു. ഇന്ദ്രനും അഗ്നിക്കും ഈ പേരുണ്ട്, വൃഷാകപി. ഇവരുടെ എല്ലാം രൂപത്തിലുള്ള മഹാവിഷ്ണു വൃഷാകപിയാണ്. അടുത്ത നാമാണ് അമേയാത്മ. അമേയാത്മ, അളക്കുവാൻ കഴിയാത്ത ആത്മ ചൈതന്യം. അപ്പം ചൈതന്യമൂർത്തിയായ മഹാവിഷ്ണുവിനെ ഒന്നുകൊണ്ടും അളക്കാൻ കഴിയില്ല, മുറിക്കാനും പറ്റില്ല, പരിച്ഛേദിക്കാനും പറ്റില്ല. സർവ സൃഷ്ടിയും അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ വിരാട് സ്വരൂപം ആദ്യന്തവിഹീനമാണ്, അപ്രമേയനാണ്, കാലദേശങ്ങൾ കൊണ്ട് പരിമിതമല്ല. അപ്പം സർവജ്ഞനായ ഭഗവാന്റെ അറിവും എത്രയൊന്ന് നമുക്കൊന്നും അളക്കുവാൻ പറ്റില്ല, എത്രയാന്ന് നമുക്കൊന്നും അറിയാനും പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ അമേയാത്മാ, അളക്കുവാൻ കഴിയാത്ത ചൈതന്യം. അടുത്ത നാമം സർവയോഗ വിനിസൃത, എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവൻ. അപ്പം അസംഗോഹ്യ അയം പുരുഷ, അസംഗോഹ്യ അയം പുരുഷ. ഈ പുരുഷൻ സംഘമില്ലാത്തവനാവുന്നു. സംഘം എന്ന് സ്വന്തം സുഖത്തിനു വേണ്ടി മറ്റൊരു വസ്തുവിനോടുള്ള സ്നേഹബന്ധമാണ് ഇവിടെ സംഘം. അപ്പോൾ എന്നാൽ ഭഗവാനിൽ നിന്ന് വിട്ട്
വേറൊരു വസ്തുവും പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് സംഘത്തിന് കാരണം തന്നെ ഉണ്ടാവില്ല. സർവസംഘപരിത്യാഗിയാണ് സ്വാഭാവികമായും ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് പേര്. അതുപോലെ യോഗശാസ്ത്രങ്ങൾ വഴി അറിയപ്പെടാൻ കഴിയാത്തവൻ എന്നും അർത്ഥം എടുക്കാം. അപ്പം എങ്ങനെ നോക്കിയാലും ഭഗവാൻ സർവയോഗ വിനിശ്രുതനാണ്. അപ്പം ഈ ശ്ലോകം ഒന്നുകൂടെ വായിച്ച അർത്ഥം നോക്കാം. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിശ്രുത. അജഹ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ, സർവേശ്വര എന്ന് പറഞ്ഞാൽ സർവ്വതിൻ്റെയും ഈശ്വരൻ, എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരൻ എന്നും അർത്ഥം എടുക്കാം. സിദ്ധ പരബ്രഹ്മസ്വരൂപൻ, സിദ്ധൻ, വളരെ പ്രസിദ്ധിയുള്ളവനെന്നും അർത്ഥം. സിദ്ധിഹി സകല ചരാചരങ്ങളുടെയും ഫലസ്വരൂപൻ, എല്ലാത്തിനും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം കൊടുക്കുന്നവൻ. ആ ഫലങ്ങളുടെയൊക്കെ സ്വരൂപം ഭഗവാനാണ്. അതുകൊണ്ട് സിദ്ധി എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം സർവാദിഹി, സകല ചരാചരങ്ങളുടെയും ആദി കാരണം ഭഗവാൻ. അതുകൊണ്ട് സർവാദിഹി. അടുത്ത നാമം അച്യുതക, ച്യുതി അഥവാ വീഴ്ചയില്ലാത്തവൻ. ഭഗവാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അന്നേരമൊക്കെ അതെല്ലാം അർത്ഥം ഇതായിട്ടുണ്ട്, വൃഥാവിലായിട്ടില്ല. അതുകൊണ്ട് ഭഗവാന് പേര് അച്യുതൻ. അടുത്ത നാമം വൃഷാകപിഹി. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം, ധർമ്മസ്വരൂപിയും കപി എന്നാൽ മൂർത്തിയും, കപി വരാഹം, വരാഹമൂർത്തിയുമായ ഭഗവാൻ. അപ്പോൾ വൃഷാകപിഹി. നീ ശിവൻ, ഇന്ദ്രൻ, അഗ്നി എന്നിവരുടെ രൂപമുള്ളവനെന്നും അർത്ഥമുണ്ട്. കാരണം വൃക്ഷം എന്ന് പറഞ്ഞാൽ ധർമ്മമെന്നും വർഷിക്കുന്നവനെന്നും അർത്ഥമുണ്ട്. കം എന്നാൽ വെള്ളം. അപ്പോൾ ശിവൻ, ഇന്ദ്രൻ, അഗ്നി. ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു, ശിവൻ ഗംഗയെ ധരിക്കുന്നു, അഗ്നിക്കും പേരുണ്ട് ഈ വൃഷാകപിന്ന്. ഇനി അമേയ ആത്മാ, യാതൊന്നുകൊണ്ടും അളക്കുവാൻ സാധിക്കാത്ത ആത്മാവോട് കൂടിയവൻ. ഭഗവാനെ എന്തുകൊണ്ടും അളക്കാൻ പറ്റില്ല, ഏതുപകരണം ഉപയോഗിച്ചും അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ്, ഇതാണ്, അതാണ്, ഇതുപോലെയാണ് എന്നൊന്നും പറയാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാന് പേര് അമേയ ആത്മാ. മേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത്, അമേയം എന്ന് പറഞ്ഞാൽ മേയത്തിൻ്റെ ഓപ്പോസിറ്റ് അമേയം, അളക്കാൻ പറ്റാത്തത്. ഇനി സർവയോഗ വിനിശ്രുത, എല്ലാ കെട്ടുപാടുകളിൽ നിന്നും വേർപെട്ടവൻ. കെട്ടുപാടെന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവനാണ് ഭഗവാൻ. അതുകൊണ്ട് സർവയോഗ വിനിശ്രുത, വിശേഷാൽ നിസ്സൃതനായവൻ വിനിശ്രുതൻ. അപ്പം എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവനെന്നർത്ഥം. അടുത്തത് ഈ ശ്ലോകത്തിൻ്റെ ഫുള്ളർത്ഥം. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിശ്രുത. ജന്മമില്ലാത്തവനും ഈശ്വരന്മാരുടെ ഈശ്വരനും വളരെ പ്രസിദ്ധിയുള്ളവനും ഫലസ്വരൂപനും സകലതിൻ്റെയും ആദികാരണവും വീഴ്ചയില്ലാത്തവനും ധർമ്മരൂപിയും വരാഹരൂപിയും യാതൊന്നിനാലും അളക്കാൻ പാടില്ലാത്തവനും എല്ലാ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവനും വിഷ്ണു തന്നെ എന്നർത്ഥം. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിശ്രുത. സർവ ആദിഹി അച്യുത സർവാതിരച്യുത. ഒന്നിച്ച് സർവ ഈശ്വര സർവേശ്വര. വൃഷാകപിഹി അമേയാത്മാ വൃഷാകപിരമേയാത്മാ. രാവരും അവിടെ. സർവയോഗ വിനിശ്രുത. അടുത്ത നാമമായിട്ട്, അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സ്വാമി ശരണം.
അമ്മീ നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.